സാറിന് ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ മകളെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. രാത്രിയും പകലും നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് റാങ്കിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ആഗ്രഹിച്ചത്. ആദ്യത്തെ PSCയിൽ തന്നെ ആ ഒരു ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണമെന്നും വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പെൺകുട്ടികളായപ്പോലും ഒരു സർക്കാർ സർവീസിൽ കയറുക എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ രണ്ടുപേർക്കും ഞാൻ കൊടുത്ത ഉപദേശം കല്യാണം എന്നത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം പഠിക്കുക, ജോലി എടുക്കുക. ഒന്നാമത്തെ ഞാൻ ഇതന്നെ എടുക്കും എന്ന് പറഞ്ഞ് പിടിച്ചതാണ്. വാശിയോടുകൂടി നമ്മൾ PSCയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കുറേ ഡിമോട്ടിവേഷൻ ഉണ്ടാവും. അതായത് ഇനി എപ്പോൾ കിട്ടാനാണ്, അതേപോലെ തന്നെ എന്താണ് കല്യാണം നോക്കിക്കൂടെ, PSC കഴിഞ്ഞ് പിന്നെയും പഠിക്കാമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. സഹകരിക്ക് വന്നതിന് ശേഷം മടി പിടിച്ചിട്ടുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും മടി പിടിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല പിടിക്കും. ഫുഡ് സേഫ്റ്റി ഓഫീസർ സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി റേസ് പ്ലസ് കണ്ടിന്യൂ ആണ്. ഫുഡ് സേഫ്റ്റി ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നു നമ്മൾ പരിശീലനം തുടങ്ങുമ്പോൾ തന്നെ സഹകാരിയുടെ ടീമിന് ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആത്മവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഓവർ ആത്മവിശ്വാസമാണ്. നമുക്കൊരു ഫസ്റ്റ് റാങ്കിലേക്ക് അല്ലെങ്കിൽ ടോപ്പേഴ്സ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ അങ്ങനൊരു ആത്മവിശ്വാസം പണ്ടേ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും വന്നത് ആദ്യത്തെ 10ൽ 8 റാങ്കുകൾ സ്വന്തമായിക്കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ റാങ്ക് ഹോൾഡറായിട്ടുള്ള നമ്മുടെ അഭിന അശോകാണ് ഇത് നമ്മളോടൊപ്പം ഉള്ളത്. അഭിന അശോക് കാസർഗോഡ് പെരിയ സ്വദേശിയാണ്. സഹകാരിയുടെ മാർച്ച് ബാച്ച് അല്ലേ നമ്മളെ മാർച്ച് ബാച്ച്, അതായത് നോട്ടിഫിക്കേഷൻ വന്ന ഫസ്റ്റ് ബാച്ചിൽ തന്നെ സഹകാരിയിലേക്ക് വരികയും ക്രാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവസാനം വന്ന ആൾക്കാർ കുറേ പേരുണ്ട്. പക്ഷേ ഇവരെന്ന് പറയുമ്പോൾ തുടക്കം തൊട്ട് ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു വന്ന ആൾക്കാരും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ എൻറ്റയർ ക്രെഡിറ്റ് നമ്മുടെ കുട്ടികൾക്ക് തന്നെയാണ്. അപ്പോൾ അത്രയും എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഇതുപോലെ വലിയൊരു മത്സര പരീക്ഷയിൽ നമുക്ക് 1-2 സ്ഥാനങ്ങളിലൊക്കെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് അഭിനയ്. നാട്ടിലേക്ക് സ്റ്റാറായ ആയിട്ടുണ്ട് നാട്ടിൽ. കാരണം നമുക്ക് രണ്ടാമത്തെ റാങ്ക് എന്ന് പറയുമ്പോൾ അഡ്വൈസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ഒരു ഉറപ്പാണ്. കാര്യം അടുത്ത അഡ്വൈസിൽ വരും. അപ്പോൾ ഒരുപാട് അനുമോദനങ്ങളൊക്കെ വന്ന് കുറേ പേര് വന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ 2-3 ഈ FSO ICDS സ്റ്റോറി സീരീസുകൾക്ക് പ്രത്യേകിച്ച് ആദ്യ റാങ്ക് ഉള്ള സ്റ്റോറി സീരീസ് പ്രത്യേകതകളുണ്ട്. റിസൾട്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. കാര്യം സഹകാരിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് നമ്മുടെ കുട്ടികളുടെ റിയൽ എക്സ്പീരിയൻസ് ആണെന്ന് മാത്രമാണ്, വെറുതെ ഒരു ഫോട്ടോ മാത്രമല്ല എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ മോളെ ഇപ്പം എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണ് മോളെ? ഞാൻ BTech ഡയറി ടെക്നോളജിയാണ് പഠിച്ചത്. അത് വെറ്റിനറി യൂണിവേഴ്സിറ്റി മണ്ണൂത്തിയിൽ കംപ്ലീറ്റ് ചെയ്തു. 2024 മാർച്ച് മാസമാണ് കംപ്ലീറ്റ് ആയത്. അതേ മാസം തന്നെയാണ് FSOന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ജസ്റ്റ് ആണ് എനിക്ക് കൊടുക്കാൻ പറ്റിയത്. നിനക്ക് വേണ്ടി മാത്രം വന്ന നോട്ടിഫിക്കേഷൻ ആണല്ലേ? ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ അവരോട് സംസാരിച്ച് ബന്ധപ്പെടുത്തി എപ്പോഴും നമ്മൾ പൗലോ കൊയ്ലോയുടെ ബുക്കിനെയും അദ്ദേഹത്തിൻ്റെ കോട്ടിനെയും സ്മരിക്കാറുണ്ട്. അതായത് നമുക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് കോൺഫറൻസ് നടത്തുമെന്ന് പറയുമ്പോഴത്തേക്കും ഇതിനു മുന്നേ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷേ കേരള PSCയിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ സ്ഥാനം ഉണ്ടെന്ന് അറിഞ്ഞുകൂടായിരുന്നു അല്ലേ? അതായത് മോളെ ഏതായിരുന്നു മോളുടെ ഡ്രീം എന്തായിരുന്നു ഇത് പഠിക്കുമ്പോൾ തന്നെ? അത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്റ്റാറ്റസ് ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് കേരള PSCയിൽ. അപ്പം എൻ്റെ ഒരു ഡിഗ്രി വെച്ചിട്ട് എത്ര നല്ലൊരു പോസ്റ്റ് എന്ന് പറയുന്നത്, ആദ്യം തന്നെ കയറാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ അന്ന് CFSOയ്ക്ക് വേണ്ടിയിട്ടാണ് അതൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അറിയാത്തൊരു നോട്ടിഫിക്കേഷൻ അല്ലേ പെട്ടെന്ന് വരികയുണ്ടായത്. ഓക്കെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ ശക്തമായിട്ടൊന്ന് ആഗ്രഹിച്ചപ്പോഴത്തേക്കും ലോകം നടത്തിയൊരു കോൺസ്പിറസി ആയിരിക്കും ഒരു പക്ഷേ ആ സമയത്ത് വന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അവസരങ്ങൾ വന്നാൽ മാത്രം പോലെ നമ്മൾ തിരിച്ചറിയാൻ വേണം, അത് പിടിച്ചെടുക്കുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എഫേർട്ടാണ് ആദ്യം ഇട്ടത്? എഫേർട്ട് എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം തൊട്ട് തന്നെ, അതായത് നോട്ടിഫിക്കേഷൻ വന്നു. പക്ഷെ എനിക്ക് എക്സാമിന് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു. കാരണം സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ലെങ്കിൽ ഞാൻ പഠിക്കാൻ തുടങ്ങി എക്സാമിന് വേണ്ടിയിട്ട്. അവസാനം എനിക്ക് കൊടുക്കാൻ പറ്റി. അതായത് ആ ഒരു നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ അവസാനം ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. ആണ് സെക്കൻഡ് ബാച്ചിലായി പോയത്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റി. അവസാനം ആകുമ്പോഴേക്കും കൊടുക്കാൻ പറ്റി. പക്ഷെ അതിന് മുമ്പേ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സഹകാരിയിലേക്ക് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി അവസാനം സഹകാരിയിലേക്ക് എത്തി. ഞാൻ ഫസ്റ്റ് റാങ്കിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ആഗ്രഹിച്ചത്.
ആദ്യത്തെ PSCയിൽ തന്നെ ആ ഒരു ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം എന്നും വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് റാങ്കിന് വേണ്ടി തന്നെയാണ് ഞാൻ ആദ്യം തൊട്ട് പഠിച്ചത്. ഫസ്റ്റ് റാങ്കിന്റെ സെയിം മാർക്കാണെങ്കിലും സെക്കൻഡ് റാങ്ക് ആയിപ്പോയി. എന്നാലും വളരെയധികം എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് പഠിച്ചത്. ഓക്കെ, നമ്മളപ്പോഴേ നമുക്ക് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി, ലൈക്ക് മോളെ ആദ്യത്തെ PSC ആണ് അല്ലേ? പഠിച്ചെഴുതുന്ന ആദ്യത്തെ PSC ആണ്, ഇതിന് മുന്നേ വേറെ PSC പരീക്ഷ എഴുതിയിട്ടില്ല. അപ്പോൾ ഒരു കോച്ചിങ് വേണമെന്ന് തോന്നി എന്തുണ്ടായിരുന്നു? അതായത് ഇപ്പം സിലബസ് ഭയങ്കര വാസ്റ്റ് ആണ് FS1. അതായത് നമ്മൾ പഠിച്ച ഡയറി അല്ലാണ്ട് പല ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ഇപ്പം അഗ്രികൾച്ചർ, വെറ്റിനറി, അങ്ങനെ പല സബ്ജക്റ്റും പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. എവിടുന്ന് തുടങ്ങണം എന്ന് ഉള്ളൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവില്ല. അപ്പം അതിനൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു കോച്ചിങ് വേണം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പോൾ സഹകാരിലേക്ക് വരുന്നു. സഹകാരിലേക്ക് വന്നതിന് ശേഷം മടി പിടിച്ചിട്ടുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും മടി പിടിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, പൊതുവെ നമുക്ക് മടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ചധികം സ്ട്രാറ്റജീസ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഡെയിലിയുള്ള എക്സാംസ് കൃത്യമായിട്ട് എഴുതി പോവുക, അതുപോലെ വീക്കിലി എക്സാമിനേഷൻ എഴുതുന്നതിലും അതിനകത്ത് കുറച്ച് ഡെഡ് ലൈൻസ് തരിക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ പരീക്ഷ എഴുതിയിട്ടുണ്ടോ നീ? ഒരെണ്ണം പോലും മിസ്സാക്കിയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി എക്സലന്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള 10ന് മുകളിലുള്ള റാങ്കിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും, അത് FSO ആവട്ടെ, ICD സൂപ്പർവൈസർ ആവട്ടെ, ബാക്കിയുള്ള ഏത് പരീക്ഷ ആയിക്കോട്ടെ, എല്ലാത്തിലും പരീക്ഷകൾ ഒന്നുപോലും വിടാത്ത ആൾക്കാരെയാണ് നിങ്ങൾ ആദ്യ റാങ്കിൽ കാണുക. അപ്പൊ തന്നെ ഒന്നാമത്തെ വഴി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു കഴിഞ്ഞു. എന്താണ് പറയുന്ന ജോലി കംപ്ലീറ്റ് ചെയ്യുക, വിട്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബേസ് കൃത്യമാക്കുക. അതായത് നമ്മൾ ഡെയിലി വരുന്ന എക്സാമിനേഷൻ എഴുതാൻ പറഞ്ഞാൽ എഴുതിയിട്ട് തന്നെ കിടക്കുക. അതുപോലെ വീക്കിലി എക്സാമിനേഷൻ, മന്ത്ലി ആവട്ടെ, മോഡൽ എക്സാമിനേഷൻ ആവട്ടെ, പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള, പ്രത്യേകിച്ച് കോച്ചിങ് എന്ന് പറയുമ്പോൾ ടീച്ചിങ് അല്ല അല്ലേ, നമ്മൾ ശരിക്കും അവിടെ പഠിച്ചപ്പോഴും നമ്മൾ പഠിക്കുന്നതും ഈ കോച്ചിങ്ങിൽ വന്ന് പഠിക്കുമ്പോഴത്തേക്കുള്ള വ്യത്യാസം എന്താ നമ്മുടെ ഒരു എക്സാം പാറ്റേൺ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഇപ്പം MCQ ആണെങ്കിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യണം. അപ്പം കോച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്കത് എപ്പോഴും നമുക്കൊരു ടൈം ടേബിൾ അനുസരിച്ചാണ് കാര്യങ്ങൾ തരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആ പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ട് ആ കാര്യങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രത്യേകമായിട്ട് എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാര്യം നിങ്ങളിപ്പോൾ ഡയറി ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഒരു ദിവസമാണ് എക്സാമിനേഷൻ. അന്ന് അത്രമാത്രം നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ട് പോയാൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ വെറ്റിനറി, ഡയറി, മൈക്രോ, ബയോടെക്, ഇതെല്ലാം നമ്മൾ ഒരു ദിവസം റിവൈസ് ചെയ്തിട്ട് 1.5 മണിക്കുള്ള പ്രഷർ കുക്കറിനകത്താണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് അല്ലേ. 1.5 മണിക്കുള്ള പ്രഷർ കുക്കർ എന്ന് തന്നെ പറയാം കേരള PSC പരീക്ഷ കാലം പറയുമ്പോഴത്തേക്ക്. അതങ്ങനെയാണ്. കാര്യം നിങ്ങളുടെ നോളജ് മാത്രമല്ല അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുക, ആ പ്രഷറിനെ അതിജീവിക്കാനുള്ള ശേഷി കൂടെയാണ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുക. അപ്പോൾ പ്രഷറിനെ അതിജീവിക്കാനായിട്ട് എന്തൊക്കെയാണ് അഭിനയുടെ ഒരു സ്ട്രാറ്റജി? എന്തൊക്കെയായിരുന്നു പ്രഷർ? ഇപ്പോൾ എക്സാം ഹാളിലാണെങ്കിൽ എനിക്ക് പോകുന്നതിന്, അതായത് എക്സാമിന് തലേ ദിവസം 2 ദിവസം മുമ്പ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. സാറ് പറഞ്ഞിട്ടുണ്ട് ബുക്ക് 2 ദിവസം എടുക്കരുതെന്ന്. പക്ഷെ എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ബുക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ട് എനിക്ക് 2 ദിവസം, 3 ദിവസം ഞാൻ ബുക്ക് തൊട്ടിട്ടില്ല. പിന്നെ തലേ ദിവസം 3 ദിവസം ഞാൻ തൊട്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എക്സാം ഹാളിൽ കയറി, പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഇനി ടെൻഷനാക്കി കൊളാക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ പേപ്പർ കിട്ടിയപ്പോൾ കൂളായി. പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ടഫായിരുന്നല്ലോ, നല്ല ടഫായിരുന്നു ക്വസ്റ്റ്യൻ. പക്ഷെ ടഫായിരുന്നെങ്കിലും ഇപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫായിരിക്കുമല്ലോ എന്നുള്ളൊരു കാരണം ഞാൻ എത്ര പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫായിരിക്കും. അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. മനസ്സിലായിരുന്നു ഈസി ആവല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ പോയത്. കാരണം ഈസി ആയാൽ അതെ, ഇപ്പം ടഫായി കഴിഞ്ഞാൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് മാത്രമേ ആ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ ആ ഒരു ചെറിയ സമാധാനം ഉണ്ടായിരുന്നു. എന്നാലും എക്സാം ഹാളിൽ ഞാൻ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കി. സമയം എനിക്ക് മതിയായില്ല. ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ട്, അതായത് ആൻസർ പേപ്പറിൽ കുറേ ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് 4-5 ആൻസേഴ്സ് റൈറ്റ് ആയിരുന്നു. എനിക്ക് അത് OMRലേക്ക് കറപ്പിക്കാൻ പറ്റിയില്ല. അത്ര എനിക്ക് ടൈം ഒരു വില്ലനായിട്ട് വരും ഞാൻ വിചാരിച്ചില്ല എക്സാമിന്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ മത്സര പരീക്ഷയുടെ
പ്രിപ്പറേഷൻ്റെ ഏറ്റവും അവസാനം കൊടുക്കുന്ന ടിപ്സാണ് ഇവിടെ പെർഫോമൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ 1.5 മണിക്കൂർ നമ്മൾ എത്ര തന്നെ പഠിച്ചാലും 1.5 മണിക്കൂർ നമ്മൾ കാണിക്കുന്ന കാട്ടായത്തിനനുസരിച്ചിരിക്കും അവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ലാസ്റ്റ് ഒരു ദിവസം, മിനിമം ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റേ ഇലക്ഷൻ്റെ തലേ ദിവസം ആലോചിക്കാൻ സമയം എടുക്കുന്നത് പോലെ പ്രചരണമെല്ലാം നിർത്തി വെച്ചിട്ട് നമ്മൾ റിലാക്സ് ചെയ്യണം. അതിന് ഒരുപാട് സൈക്കോളജി ആസ്പെക്റ്റുകളുണ്ട്. കാര്യം നമ്മുടെ ബ്രെയിനിന് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. പിന്നെ എൻ്റെയൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മൾ അവസാനം നോക്കുന്ന സാധനം മാത്രം ചിലപ്പോൾ നമ്മൾ തലയിൽ കത്തോളൂ. അതുകൊണ്ടാണ് ഞാൻ അവസാനം നോക്കരുതെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം നമ്മളത് എപ്പോഴും പറഞ്ഞു വിടുന്നതാണ്, നിങ്ങൾക്കത് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ അത് ആർക്കും അറിയാൻ പാടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യിക്കാനും പറ്റിയിട്ടുണ്ട്. അത് ലൈവിലും പറയുന്നതാണ്, നിങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആർക്കും അറിയാൻ കഴിയില്ല. അപ്പോൾ അത് മാർക്ക് നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യമല്ല. സോ ആ ടെൻഷൻ അവിടെ കഴിയും അല്ലേ? ആ ടെൻഷൻ ഇതെനിക്ക് അറിയില്ലല്ലോ എന്ന ടെൻഷൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥിക്ക് അവിടെ തീരും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? സിലബസിനെ ഞാൻ വ്യക്തമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരാൾക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ബോധ്യത്തിൽ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സമയത്തിൽ കുറച്ച് പാളിപ്പോയി അല്ലേ? ഓക്കെ, ടൈമിൽ, കാരണം ടൈം ആർക്കും കിട്ടിയില്ല ഉറപ്പാണ്. അത് കിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഒരു ചോദ്യം നമുക്ക് എഴുതാൻ വേണ്ടി എത്ര കിട്ടും? മാക്സിമം പോയ 40 സെക്കൻഡ്സ് ചോദ്യം വായിച്ച ആൻസറിലേക്ക് എത്തി കറുപ്പിക്കാനായിട്ട്. അപ്പോൾ അവിടെ കറുപ്പിക്കാൻ 6 മുതൽ 8 സെക്കൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബബിളി കംപ്ലീറ്റ് ചെയ്യണം. ഒരു 30 സെക്കൻഡ്സ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനും ഒരു 6 to 8 സെക്കൻഡ്സ് ബബിൾ ചെയ്യാനും. ഇത്ര ഈ ലെവലിൽ നമ്മൾ പോയാൽ പറ്റത്തുള്ളൂ. അപ്പോൾ എക്സാം ഹാളിൽ ഉണ്ടാക്കിയ അബദ്ധങ്ങൾ എന്തൊക്കെയാണ് കേൾക്കട്ടെ. അബദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, വീട്ടിൽ നിന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴൊന്നും ഞാൻ ടൈം വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് ഞാൻ ആ സമയത്ത് നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈമർ എടുത്ത് മാറ്റിയിട്ട് ക്ലോക്ക് ഇല്ലാതെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ ടൈമിന് ആലോചിച്ച് ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്ത് കഴിയും, നമുക്ക് ആൻസേഴ്സ് അറിയാം. പക്ഷെ എക്സാം ഹാളിലാകുമ്പോൾ നമുക്കൊന്ന് ടെൻഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ തെറ്റിപ്പോവണ്ടെന്ന് വിചാരിച്ച് അത്രയും സ്ലോ ആയിട്ടായിരിക്കും ഓരോന്ന് വായിക്കും മാർക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ഒന്ന് വായിച്ച് എല്ലാം ഹോയമ്മ ഇതില് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തു. പിന്നെ ഡൗട്ട് ഉള്ളതൊക്കെ റൗണ്ട് ചെയ്ത് വെച്ചു. അവസാനം രണ്ടാമത് അറിയുന്നതൊക്കെ മാർക്ക് ചെയ്തു. പിന്നെ വീണ്ടും വരുമ്പോഴേക്കും ടൈം കഴിഞ്ഞു. അപ്പം അറ്റംപ്റ്റ് ചെയ്യാൻ, അതായത് സാറ് പറയുമല്ലോ അറ്റംപ്റ്റ് ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അത് ഞാൻ അറ്റംപ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ അതെനിക്ക് OMRലേക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. പോട്ടെ, ഞാൻ പറഞ്ഞില്ല അതിനുള്ള സമയം കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയും വലിയ ഒരു വിജയം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ഒന്ന് നമ്മുടെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ടീച്ചേഴ്സ്, അതുപോലെ എൻറ്റയർലി നമ്മുടെ കോഴ്സ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ മിഥുൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? മിഥുൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് നമ്മൾക്കിപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും സാറിനോട് പറഞ്ഞാൽ സാറ് സോൾവ് ചെയ്ത് തരും. അപ്പം ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചിലപ്പം മെൻറ്റേഴ്സ് അത്രയും റെസ്പോൺസിബിൾ ആവണമെന്നില്ല. നമ്മളെന്ത് ഡൗട്ട് ചോദിക്കുമ്പോഴും ചിലപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ സാറാണെങ്കിൽ എത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് റിപ്ലൈ തരും. അതായത് ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്, അപ്പോൾ ഓരോരാൾക്കും അത്രയും ഫാസ്റ്റായിട്ടാണ് സാർ റിപ്ലൈ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ എവിടുന്ന് ആണെങ്കിലും സാർ, അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഡെന്റിസ്ട്രിയാണ്, അദ്ദേഹം ഡെന്റിസ്റ്റാണ്. എന്നാൽ കൂടിയും റെഫർ ചെയ്ത് അത് അല്ലേ മാക്സിമം നിങ്ങളത് കൺസോൾട്ടേറ്റ് ചെയ്ത് എത്തിക്കാനുള്ള വലിയൊരു എഫേർട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം നമ്മുടെ അക്കാഡമിക് ഓഫീസറാണ്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും വലിയൊരു കൺഗ്രാറ്റ്സ് നമ്മുടെ റിസർച്ച് ടീമിനും. അതുപോലെ നമുക്ക് എല്ലാ ടീച്ചേഴ്സിൻ്റെ പേരെടുത്ത് പറയാനുള്ള നിവൃത്തിയില്ല. ഒരുപാട് ടീച്ചേഴ്സ് നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തിരുന്ന സമയത്തും നമ്മുടെ കോഴ്സ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ മിഥുൻ, എല്ലാവർക്കും നന്ദി ഇപ്പോൾ ഞാൻ അഭിനയുടെ ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ്. അപ്പം മോളെ, നമുക്ക് ഇനി നമുക്ക് ഇതേപോലെ വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, ഒത്തിരി പേരുണ്ട് ഇതുപോലെ പഠിക്കാൻ വേണ്ടി. ഇപ്പം എന്നെ സംബന്ധിച്ചൊരു ഭാഗ്യമുണ്ട്, കാര്യം നമുക്ക് കോഴ്സ് കഴിഞ്ഞ് തുടങ്ങിയ ഉടനെ നമുക്ക് കിട്ടി എന്നുള്ളൊരു ഭാഗ്യമുണ്ട്. അപ്പോൾ അറ്റ് ആൻ ഏർലി ഏജ്, ഇപ്പോൾ എത്ര വയസ്സായി? 25 വയസ്സായി. അപ്പോൾ അത് യങ്ങസ്റ്റ് ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് മാറാൻ കഴിയട്ടെ ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അറ്റ് ആൻ ഏർലി ഏജ് ഇതിങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങളെപ്പോലുള്ള 2K കിഡ്സൊക്കെ ഒത്തിരി പേര് ചിരിയൊക്കെ കളിച്ച് കിടന്നിട്ടൊക്കെ ജോലിയൊക്കെ അന്വേഷിക്കാമെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ആ ന്യൂജൻ കുട്ടിയെ കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? നമ്മൾ PSCയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കുറേ ഡീമോട്ടിവേഷൻ ഉണ്ടാവും. അതായത്
ഇപ്പം PSC ഇത്രയും പഠിച്ചിട്ട് PSCക്കാണോ പോകുന്നത്, അതായത് PSC എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ഒരു പുച്ഛമുണ്ട്. അതേപോലെ ഇത്രയും എന്താണ് നമ്മൾ PSCയിലേക്ക് കുറേ കാലം എടുക്കും PSCയിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. കുറേ ആൾ കഷ്ടപ്പെട്ടിട്ട് കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി എപ്പോൾ കിട്ടാനാണ്, അതേപോലെ തന്നെ എന്താണ് കല്യാണം നോക്കിക്കൂടെ, PSC കഴിഞ്ഞ് പിന്നെയും പഠിക്കാമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഡീമോട്ടിവേഷൻസ് വരും. പക്ഷെ നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് ആദ്യത്തെ PSCയിൽ തന്നെ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് സാറ് പറഞ്ഞ പോലെ യൂണിവേഴ്സ് മൊത്തം നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ PSC പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതായത് നമ്മൾ ആ ഒരു എക്സാമിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അതിന് നമ്മുടെ 100% കൊടുക്കുക. അതായത് ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ, ഞാൻ കിടക്കുന്നവരെ ഞാൻ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിക്കുമായിരുന്നു. അതായത് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ അങ്ങനെയുള്ള ഒരു ഇൻ്റർവെൽസ് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. ചിലവർ പറയും അത്രയൊന്നും ആവശ്യമില്ല, എന്നാലും എനിക്കങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു. ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് പറയുന്ന ഭയങ്കര ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് PSC എന്തായാലും ഒരു ബാലികറാമലയല്ല, അത് നമുക്ക് എന്തായാലും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക, ഡ്രീം ചെയ്യുക, നിങ്ങൾ സ്വപ്നം കാണുക. സ്വപ്നം കണ്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നിരന്തരം ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശരിക്കും ലോകം നമുക്കൊന്നും ചെയ്യില്ല, പക്ഷെ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. ലോകത്ത് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ ചേഞ്ചായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.